ഹായ് പ്യാരെ വെച്ചോ, അനസാറാണ്. ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ് കേട്ടോ. യെസ്, ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത് ഇനി ഏകദേശം ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിൽ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൂ. എന്താണ് ശ്രുതി മിസ്സേ, നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ എന്തായിരിക്കും? ഇവരെ ഈ അവധിക്കാലം അതിമനോഹരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. അതിനിടയിൽ പഠിക്കാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതല്ല. പക്ഷെ അവർ പഠിച്ചിട്ടുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാണ്, പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. 5ാം ക്ലാസ്സിലുള്ള കൂട്ടുകാർ അവിടെ തന്നെ ഉണ്ടാവും. പുതിയ കുട്ടികൾ വന്നാലായി അല്ലേ, ടീച്ചേഴ്സും സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും. പക്ഷെ പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിന്റെ ഒക്കെ ഒരു മണം ഒന്ന് ആലോചിച്ചു അല്ലേ. അത് മാത്രല്ല മിസ്സേ, കഴിഞ്ഞ വർഷവും ടെക്സ്റ്റ് ബുക്ക് മാറി, ഈ വർഷവും ടെക്സ്റ്റ് ബുക്ക് മാറുന്നത്. അതെന്താ ഇവരോട് മാത്രം പ്രത്യേകം വിരോധം? ഇവര് പഴയ ടെക്സ്റ്റ് ഒന്നും പഠിക്കേണ്ടവരല്ല, ഇവര് ഫ്രഷ് ആയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കേണ്ട മാറ്റങ്ങൾ അറിഞ്ഞു വളരേണ്ടവരാണ് എന്ന് ഗവൺമെന്റിനും അറിയാം. അതുകൊണ്ടാണ് പാഠപുസ്തകം മാറിയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. യെസ്, അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഞങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ഒക്കെ അറിയാം മിസ്സേ. ഞാൻ മലയാളമാണ്, ഞാൻ ഹിന്ദിയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഉറുദു എടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് ഉറുദു എടുക്കുന്ന ആളുകൾക്ക് ഉറുദു എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് എന്താണ് മലയാളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മിസ്സേ? പാഠപുസ്തകങ്ങളൊക്കെ മാറിയാലും കഥയും കവിതയും അതുപോലെ യാത്രാ വിവരണങ്ങളും അനുഭവക്കുറിപ്പൊക്കെ അതുപോലെ തന്നെ അതിൽ ഉണ്ടാവും. കൂടുതൽ മനോഹരമാക്കുക എന്നതല്ലാതെ ഒട്ടും മോശമാവില്ല എന്ന് ഉറപ്പുണ്ട്. മലയാളത്തിൽ കഥ വരുമ്പോ നമുക്ക് ഹിന്ദിയിൽ കഹാനി, കവിതയാണെങ്കിൽ കവിത, ലേഖ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് മാറില്ല. അതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ള ലെറ്റർ അല്ലേ, അതേപോലുള്ള നിങ്ങൾക്ക് ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ തന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുക, ഇത്തരത്തിൽ യെസ്, മലയാളത്തിൽ ആസ്വാദനക്കുറിപ്പ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും മാറ്റങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. മാറ്റങ്ങൾ വരുന്നില്ല, പക്ഷെ നിങ്ങൾ കൂടുതലായിട്ടും ഭാവനാത്മകമായിട്ട് അല്ലെ ചിന്തിക്കുക, ക്രിയേറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ പാഠപുസ്തകങ്ങളുടെ. 5ൽ നിന്ന് പുതിയ ക്രിയേറ്റിവിറ്റി കണ്ടെത്തി 6ലേക്ക് എത്തുമ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യാണ്? ശരിക്കും അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലും പഠിക്കാനുണ്ടാവും. എല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ 5ൽ പഠിച്ചതിന്റെ തൊട്ട് ലെവലിൽ കൂടിയിട്ടുള്ള അല്ലെ, കുറച്ച് ലെവലിൽ കൂടിയിട്ടുള്ള. കുറച്ച് മക്കൾക്ക് സംശയം ഉണ്ടാവും, ഇതെല്ലാം പാടെ എങ്ങനെ ആയിരിക്കും നമ്മൾ ഇത് സ്വായത്തമാക്കുക? അപ്പൊ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എന്തായിരിക്കും അത്? ഞങ്ങള് സൈലത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സൈലം ഇത്രയും നാളെ നിങ്ങൾക്ക് തന്ന ഒരു സപ്പോർട്ട് ഇനി തുടർന്ന് 6ാം ക്ലാസ്സിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സൈലത്തിന് ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്, അതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തത്. വജ്ര ബാച്ച്, അടിപൊളി, നമുക്ക് സെറ്റ് ആയിട്ട്. അതിന് നമ്മുടെ സൈലത്തിൽ വജ്ര ബാച്ചിൽ ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞല്ലോ. ജൂൺ 2-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നതെങ്കിലും നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു കോൺക്രീറ്റ് ലേണിംഗ് ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൽ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു. ഹിന്ദിയിൽ എന്താണ് അവരുടെ മക്കളുടെ അവസ്ഥ? ഹിന്ദിയിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 6 ക്ലാസ് ആണ് നമ്മുടെ വജ്ര ബാച്ചിൽ പോയിട്ടുള്ളത്. നമുക്ക് ബേസിക് നമ്മുടെ മക്കൾക്ക് വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കൾക്കും തറവായിട്ട് സെറ്റായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ടോട്ടൽ 44 അക്ഷരങ്ങളുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ആ ലൈവിൻ്റെ അവസാനം തന്നെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ ആകാംക്ഷയോട് കൂടി ഉത്തരങ്ങൾ പറയുന്നു. എല്ലാവരും ഹിന്ദി അക്ഷരങ്ങളൊക്കെ സെറ്റാക്കി ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് വായിക്കുന്ന ലെവലിലേക്ക് എല്ലാ മക്കളും വജ്ര ബാച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-ാം തീയതി സ്കൂൾ ഓപ്പൺ ആയാൽ പാഠപുസ്തകത്തിലേക്ക് കടക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മക്കൾ എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അവരിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ ഇനി കൂടുതൽ ചോദ്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സുധി മിസ്സിനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതെ, ഇനിയിപ്പോൾ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് തീർച്ചയായും വജ്ര ബാച്ചിലേക്ക് വരാനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ക്ലാസ്സുകൾ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, നമുക്ക് ലൈവ് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് അവിടെ ക്ലാസ്സുകളുണ്ട്. അത് മക്കൾക്ക് കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായും. അപ്പോൾ പുതുതായി ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അതിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കയറി വരാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക്. അതെ, മാറുന്ന പാഠപുസ്തകം ഒരിക്കലും അവരെ കുഴക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക. കാരണം വജ്ര ബാച്ചിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ആ ഒരു രീതിയിലേക്ക്, പാഠപുസ്തകത്തിലേക്ക് അവരെ എത്തിക്കുന്ന തരത്തിലാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഞങ്ങൾക്കൊപ്പം വജ്ര ബാച്ചിൽ ഉണ്ടാവുക. ഞങ്ങൾ മാത്രമല്ല, അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും വജ്രയിലേക്ക് കടന്നു വരും. ബൈ.